വയനാട്ടിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിച്ചു. പനമരം ചിക്കല്ലൂരിലാണ് നിലവിൽ കടുവയുള്ളത്. സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഇന്നലെ മുതലുള്ള തെരച്ചിലായിരുന്നു. ഇതിൽ ഇടയ്ക്ക് സ്പോട്ട് ചെയ്തു. ജനവാസ മേഖലയിലായിരുന്നു ഈ കടുവയുടെ സാന്നിധ്യം. ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഏത് ഭാഗത്താണ്? അതായത് ശ്രുതി, ഇന്നലെ ഈ തെർമൽ ക്യാമറയിൽ ഇതിന്റെ ദൃശ്യങ്ങൾ, കടുവയുടെ ദൃശ്യങ്ങൾ വന്നിരുന്നു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇന്നലെ അത് ജനവാസ മേഖലയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നും തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കടുവ എവിടെയും പോയിട്ടില്ല, ഈ ജനവാസ മേഖലയിൽ തന്നെ ഉണ്ടെന്നാണ് ഫോറസ്റ്റ് അധികൃതരടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ നിരോധനാജ്ഞ അടക്കമുള്ള നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിക്കണമെന്നാണ് നാട്ടുകാരോട് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ പറയുന്നത്. പുളിക്കൽ ഭാഗത്തൊരു വയലുണ്ട്. ചീക്കല്ലൂരിന്റെ അപ്പുറത്ത് പുളിക്കൽ ഭാഗത്തുള്ള വയലിനോട് ചേർന്ന് ചെറിയൊരു കുറ്റിക്കാടുണ്ട്. ആ കാടിന്റെ സമീപത്താണ് ഇപ്പോൾ കടുവയെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് 1 കിലോമീറ്റർ അപ്പുറത്തേക്കാണ് വനമേഖലയുള്ളത്. വനമേഖലയിലേക്ക് ഓടിച്ചു വിടാനാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനമെന്നാണ് നമുക്കറിയാനാകുന്നത്. കുങ്കിയാനകളെ അടക്കം പ്രദേശത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടുകാരുടെ ഒരു ആവശ്യം, ഇത് ജനവാസ മേഖല കൂടിയായതിനാൽ ഇനിയും പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ നാട്ടുകാർ പറയുന്നത് കുങ്കിയാനയെ ഉപയോഗിച്ച് ഓടിക്കുന്നതിന് പകരം കൂട് വെച്ച് പിടിക്കുകയോ മയക്കുവെടി വെച്ച് പിടിക്കുകയോ ചെയ്യണം എന്നുള്ളതാണ്. ആ ആവശ്യമാണ് നാട്ടുകാർ ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതും. ഏതായാലും പ്രജനന കാലമായതുകൊണ്ട് തന്നെ കടുവകൾ കൂടുതലായി നാട്ടിലേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും ജാഗ്രത പുലർത്തണമെന്നും പറയുന്നുണ്ട്. 2 പഞ്ചായത്തുകളിലെ 10 വാർഡുകളിലാണ് നിലവിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതായാലും ചീക്കല്ലൂർ എന്ന ഭാഗത്താണ് ഇന്ന് രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നത്. ഇത് കടുവയുടെ തന്നെ കാൽപ്പാടുകളാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കുങ്കിയാനകളുള്ളത് എരനല്ലൂർ മേഖലയിലാണ്. ആ മേഖലയിൽ കുങ്കിയാനയെ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ഥലത്തേക്ക് ഉടൻ കുങ്കിയാനയെ മാറ്റി ഈ കടുവയെ ഓടിച്ചു വിടാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് എത്തുന്നത്. സാനിയോ, ഈ പ്രദേശവാസികളുടെ ആവശ്യം കൂട് വെച്ചോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചോ പിടികൂടണം എന്നുള്ളതാണ്. എന്താണ് വനംവകുപ്പ് ഇക്കാര്യത്തിൽ പറയുന്നത്? കുങ്കിയാനകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടല്ലോ, അപ്പോൾ ഏത് രീതിയിൽ നടപടി മുന്നോട്ട് പോകാം? ഈ പ്രദേശവാസികളുടെ ആവശ്യം അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? വനംവകുപ്പ് അധികൃതരുമായി അല്പസമയം മുൻപ് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കാട്, അതായത് വനമേഖല വളരെ അടുത്താണ്. 1 കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്ന് വനമേഖലയിലേക്കുള്ളൂ. അതുകൊണ്ട് തന്നെ കുങ്കിയാനയെ ഉപയോഗിച്ച് ഓടിച്ചാൽ കടുവ വനമേഖലയിലേക്ക് കയറിപ്പോകാനുള്ള സാഹചര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നിലവിൽ കൂട് വെച്ചോ അല്ലെങ്കിൽ മയക്കുവെടി വെച്ചോ പിടികൂടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത്. അത് തന്നെയായിരിക്കും നടപ്പിലാക്കാനും പോകുന്നത്. കാരണം 2 കുങ്കിയാനകളടക്കം സമീപ മേഖലയിൽ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓടിച്ചു കയറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പക്ഷേ നാട്ടുകാർ ശക്തമായി പറയുന്നത് ഓടിച്ചു കയറ്റിയാൽ വീണ്ടും കടുവ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അവരുടെ സ്വൈര്യജീവിതത്തിന്, അതായത് നാട്ടുകാരുടെ സ്വൈര്യജീവിതത്തിന് ഈ കടുവ തടസ്സമാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിടിച്ച് കൊണ്ടുപോകണം എന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. പക്ഷേ ആ ആവശ്യം വനംവകുപ്പ് ഇപ്പോൾ പരിഗണിക്കുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനാകില്ല. നമ്മൾ സംസാരിച്ചപ്പോഴും പറയുന്നത് വനമേഖല അടുത്തുള്ളതിനാൽ അങ്ങോട്ടേക്ക് ഓടിച്ചു കയറ്റുക മാത്രമാണ് ഇപ്പോൾ നടത്താനുള്ള ഏക പ്രതിവിധി എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ തന്നെ നമ്മളോട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഓക്കെ, എന്തായാലും കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനെ ജനവാസ മേഖലയിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ അതിന്റെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പനമരം ചിക്കല്ലൂരിലാണ് നിലവിൽ കടുവയുള്ളത്. സാനിയോ മനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.